ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കിന്ന് 35-ാം ദശകം സുഗ്രീവ സഖ്യം മുതൽ അവസാന ഭാഗം വരെയാണ് രാമായണ കഥ കേൾക്കാനുള്ളത്. 34-ാം ദശകത്തിൽ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. 34-ാം ദശകത്തിൽ ഹനുമത് സംഗമം വരെയാണ് പറഞ്ഞത്. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ ജനനം മുതൽ ഹനുമത് സംഗമം വരെയാണ് വിവരിച്ചത്. ആ ഭാഗത്തിൽ പിതാവായ ദശരഥ മഹാരാജാവിനെ ഒരു സ്ത്രീലമ്പടനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് രാമായണ കഥയിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം ഭാര്യയായ കൈകേയിക്ക് കൊടുത്ത പ്രതിജ്ഞ പാലിക്കാനായിട്ട് ശ്രീരാമൻ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടി സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നതാണ് നാം കണ്ടത്. കാമപരവശയായി ദുഷിച്ച ബുദ്ധിയോടുകൂടി തന്നെ സമീപിച്ച ശൂർപ്പണഖയുടെ മൂക്കും മുലകളും ഛേദിച്ച് അവൾക്ക് വൈരൂപ്യം നൽകുന്നു. ഇതറിഞ്ഞ് എതിർക്കാൻ വന്ന ഖരൻ, ദൂഷണൻ, ത്രിശിരസം മുതലായ രാക്ഷസ വീരന്മാരെയെല്ലാം ശ്രീരാമൻ വധിക്കുകയാണ്. ആ സീതയുടെ അലൗകിക സൗന്ദര്യത്തെക്കുറിച്ച് താടകയിൽ നിന്ന് കേട്ടറിഞ്ഞ രാവണനാകട്ടെ അവളിൽ കാമപരവശനായി ശ്രീരാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാനായി മാതുലനായ മാരീചനെ നിയോഗിക്കുന്നു. മാരീചനാകട്ടെ സുന്ദരനായ പൊന്മാനായി വേഷം കെട്ടി വന്ന് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും വളരെ സൂത്രത്തിൽ സീതയിൽ നിന്ന് അകറ്റുന്നു. ആ സമയം നോക്കി രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പോകുന്നു. ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ പക്ഷിശ്രേഷ്ഠനായ ആ ജടായു തൻ്റെ സ്വാമിയുടെ ഭാര്യയെ കട്ടുകൊണ്ടു പോകുന്ന രാവണനോട് എതിരിടുകയും രാവണൻ തൻ്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് ആ ജടായുവിൻ്റെ പക്ഷങ്ങൾ അരിഞ്ഞ് മരണാസന്നനാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മരണാസന്നനായി കിടന്ന ജടായുവിന് സീതാദേവി അനുഗ്രഹിച്ച് ഇപ്രകാരം വരം നൽകുകയാണ്: തൻ്റെ പ്രിയതമനായ ആ ശ്രീരാമചന്ദ്രൻ വന്ന് കണ്ട് വിവരം ഉണർത്തിക്കുന്നത് വരെ ജീവൻ ശരീരത്തിൽ നിലനിൽക്കട്ടെ എന്ന്. അതിൻ പ്രകാരം ശ്രീരാമചന്ദ്രനെ കണ്ട് വിവരം ഉണർത്തിച്ച ഉടനെ തൻ്റെ ഭൗതിക ശരീരം വെടിയുന്ന ജടായുവിന് പ്രേതകാര്യങ്ങൾ, അതായത് മരണാനന്തര കാര്യങ്ങളെല്ലാം ചെയ്ത് മോക്ഷം നൽകിയിട്ട് വീണ്ടും ശ്രീരാമചന്ദ്രൻ കബന്ധനെ വധിക്കുന്നു. അതിനുശേഷം ശബരിയുടെ ആശ്രമത്തിൽ, മതങ്കാശ്രമത്തിൽ ചെന്ന് ശബരിയെ കണ്ട് ശബരിക്കും മോക്ഷം നൽകി പമ്പാതടത്തിൽ വെച്ച് ഹനുമാൻ സ്വാമിയെ കാണുകയും വളരെ സന്തുഷ്ടചിത്തനായിരിക്കുന്ന അങ്ങനെയുള്ള ആ കൃഷ്ണാവതാരമായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനോട് തന്നെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്രീ മേൽപ്പത്തൂരിനെ കണ്ടുകൊണ്ട് ആ 10-ാം ശ്ലോകം അവസാനിക്കുകയാണ്. നമുക്കിന്ന് 35-ാം ദശകം ബാക്കി ഭാഗം, അതായത് സുഗ്രീവ സഖ്യം മുതലുള്ള രാമായണ കഥയാണ് ഈ 35-ാം ദശകത്തിൽ ശ്രീ മേൽപ്പത്തൂർ വിവരിക്കുന്നത്. ഭാഗവതം 9ാം സ്കന്ധത്തിൽ 10ഉം 11ഉം അധ്യായങ്ങളിൽ വളരെ ചുരുക്കിയാണ് ഈ രാമായണ കഥ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനെ ശ്രീ മേൽപ്പത്തൂർ ഒന്നുകൂടി വളരെ ചുരുക്കി നമ്മുടെ മുമ്പിൽ ഈ നാരായണീയത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് 35-ാം ദശകം നോക്കാം. 1-ാം ശ്ലോകം നോക്കാം. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഖാദോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർ വിരഹതരളിതസ്ത്വം മദങ്കാശ്രമാന്തേ. നീതഃ സുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേഃ കായമുച്ചൈഃ ക്ഷിപ്ത്വാ അങ്കുഷ്ഠേന ഭൂയോ ലുലവിധ യുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാം അനൈഷീഃ വിരഹതരളിതഃ ത്വം മദങ്കാശ്രമാന്തേ. അതിനുശേഷം കഴിഞ്ഞ ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ നമ്മൾ വാദസൂനു ആ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം നീതഃ സുഗ്രീവമൈത്രീം ഹനുമാനുമായി കണ്ടുമുട്ടിയതിനു ശേഷം ആ ഹനുമാനാൽ നിയോഗിക്കപ്പെട്ട് സുഗ്രീവനുമായി സഖ്യം ചെയ്യിക്കപ്പെട്ട ആ നിന്തിരുവടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈഃ
സുഗ്രീവനുമായി മൈത്രി ചെയ്തതിന് ശേഷം ഹനുമാനാൽ നിയോഗിക്കപ്പെട്ടാണ്, ഹനുമാന്റെ മധ്യസ്ഥതയിലാണ് ഈ സഖ്യമുണ്ടാകുന്നത്. ദുന്ദുഭേഹേ, ദുന്ദുഭി എന്ന രാക്ഷസന്റെ കായം ഉച്ചൈഹി, ഇവിടെ കായം ശരീരമാണ്, യഥാർത്ഥത്തിൽ ശരീരം എടുത്തെറിയുന്നില്ല, തല മാത്രമേ ആ ഋഷ്യമൂകാചലത്തിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ തല മാത്രം തന്നെ വളരെ ഭീമാകാരമായിരുന്നു. അവിടെ കായം ശരീരം എന്നർത്ഥമാണെങ്കിലും തലയോടാണ് എടുത്തെറിയുന്നത്. ക്ഷിപ്ത്വ അങ്കുഷ്ഠേന, അങ്കുഷ്ഠം പെരുവിരലാണ്, ആ കാലിൻ്റെ പെരുവിരൽ ഉപയോഗിച്ച് ആ ദുന്ദുഭിയുടെ തലയോട് ഇങ്ങനെ എടുത്തെറിയുകയാണ്. അത് തൻ്റെ ശക്തിയെ കാണിക്കാനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെ കാണിക്കുന്നത്. ആ ദുന്ദുഭിയുടെ തലയോട് എറിയാനായിട്ട് തൻ്റെ ഒരു പെരുവിരൽ മാത്രം മതിയാകും എന്ന് കാണിക്കാൻ. ഭൂയഹ, അതിനുശേഷം ലുലവിധ മുറിച്ചു കളയുകയാണ്. ശരം കൊണ്ട് പത്രിണ സപ്തസാലാൻ, 7 മരങ്ങളെ, സാലം പനയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ 7 മരങ്ങളെ ഒറ്റ വെട്ടിന് മുറിച്ചു കളയണം എന്നാണ് നിബന്ധന. അങ്ങനെ ശരം കൊണ്ട് സപ്തസാലങ്ങളെയും ഒരുമിച്ച് ലുലവിധ യുഗപത് ഒരുമിച്ച് മുറിച്ചു കളഞ്ഞിട്ട് ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം, ഹത്വാ വധിച്ചിട്ട്, സുഗ്രീവഘാതോദ്യതം അതുലബലം എന്ന് പറഞ്ഞാൽ സുഗ്രീവനെ വധിക്കാൻ ഉദ്യതനായി വന്ന ബാലിയെ അതുലബലത്തോടുകൂടി എന്ന് പറഞ്ഞാൽ വളരെയധികം വർദ്ധിച്ച ശക്തിയുള്ള ബാലിയെ വധിക്കുന്നു. ഇവിടെ ബാലിയെ ഒളിയമ്പ് ചെയ്താണ് വധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാലിയുടെ നേരെ ആര് യുദ്ധം ചെയ്താലും ആ യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ശക്തിയും കൂടി ബാലിയിൽ ചെന്ന് ചേരും. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒളിയമ്പ് ചെയ്ത് വധിക്കുന്ന. ഒരു മരത്തിന് മറഞ്ഞു നിന്നാണ് വ്യാജവൃത്യ അതായത് വ്യാജവൃത്യ എന്ന് പറഞ്ഞാൽ ഒരു ഒളിപ്രവൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ബാലിയെ വധിച്ചിട്ട് വർഷാവേലം അനൈഷീഹി, വർഷാവേലം അതുലബലം, വളരെ ശക്തിയുള്ള ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നിട്ട് വർഷകാലം മുഴുവനും നിന്തിരുവടി വിരഹ തരളിത, ആ സീതാദേവിയെ പിരിഞ്ഞതിലുള്ള വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് തരളിതനായി മതങ്കാശ്രമാന്തയെ അനൈഷീഹി കഴിച്ചുകൂട്ടി, മതങ്കാശ്രമത്തിൽ കഴിച്ചുകൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭഗവാനാണെങ്കിലും സാധാരണ മനുഷ്യനായിട്ടാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിരഹ തരളിതനായി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഭഗവാനെയും ബാധിക്കുന്നു എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായി തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും പത്നിയിൽ നിന്നും എല്ലാം അകന്ന് വളരെയധികം ദുഃഖത്തിൽ കഴിയുന്ന ആ സുഗ്രീവനും ഒരു അവധി കൊടുക്കുകയാണ്. ഒറ്റയ്ക്ക് ഋഷ്യമൂകാചലത്തിൽ താമസിക്കുന്ന ആ സുഗ്രീവനോട് പറയുകയാണ് സ്വന്തം രാജ്യത്ത് തിരിച്ചുപോയി, അതായത് കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയി എല്ലാവരോടും കൂടി സുഖമായി കുറച്ചു കാലം താമസിക്കുക. ആ സമയം കൊണ്ട് വർഷകാലം എല്ലാം അവസാനിക്കും. അതിനുശേഷം സീതാന്വേഷണത്തിന് ഒരുങ്ങാം എന്ന് പറഞ്ഞാണ് അയക്കുന്നത്. അങ്ങനെ 3-4 മാസം കഴിഞ്ഞു കൂടുകയാണ്. ഈ സമയം ആണ് ശ്രീരാമചന്ദ്രനും വിരഹദുഃഖത്താൽ തരളിതനായി കഴിച്ചുകൂട്ടുന്നത്. ഈ 2ാമത്തെ ശ്ലോകത്തിൽ സീതാന്വേഷണം നടത്തുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥദയിതാം മാർഗണായാവനമ്രാം സന്ദേശം ജാങ്കുലീയം പവനസുതകരെ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കഭിഭിരപി തഥാ ത്വത്പ്രിയാ സപ്രയാസൈഃ. സുഗ്രീവേണ അനുജഃ ഉക്ത്യ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതം അധ ദയിതാ മാർഗണായ അവനമ്രാം സന്ദേശം ച അങ്കുലീയം പവനസുതകരെ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കഭിഭിരപി തഥാ ത്വത് പ്രിയ സപ്രയാസൈഃ. ഇവിടെ അനുജോക്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന അനുജനായ ലക്ഷ്മണൻ്റെ വാക്കുകളാൽ, എന്തുകൊണ്ടെന്നാൽ വർഷകാലം കഴിഞ്ഞിട്ടും
കിഷ്കിന്ധയിൽ നിന്ന് സുഗ്രീവൻ വരികയോ ആ സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുകയോ ചെയ്തില്ല. അതിനാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജനായ ലക്ഷ്മണനെ അയക്കുകയാണ്. എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്നറിയാനായിട്ട്. അതുകൊണ്ടാണ് അനുജോക്തിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മണൻ അവിടെ ചെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് സുഗ്രീവൻ തൻ്റെ വളരെ വലിയ ആ വാനര സൈന്യത്തോടുകൂടി ശ്രീരാമപത്നിയായ സീതാദേവിയെ അന്വേഷിക്കാനായി സഭയം അഭിയത, വളരെയധികം ഭയത്തോടുകൂടി അഭിയത എത്തിച്ചേർന്നു. വ്യൂഹിതാം വാഹിനീം താം, വ്യൂഹിതാം വാഹിനിയും, വാഹിനി ഇവിടെ സമുദ്രം പോലെ നദി പോലെ പരന്ന് കിടക്കുന്ന വ്യൂഹം, സൈന്യവ്യൂഹത്തോടുകൂടി, വൃക്ഷാണാം വാനരന്മാരുടെ സൈന്യത്തോടുകൂടി വന്നത് അഭിയത എത്തിച്ചേർന്നു എന്നാണ്. വീക്ഷ്യ കണ്ടിട്ട്, ദിക്ഷു ഓരോ ദിക്കിലും, ദ്രുതം അധ ദയിതാ മാർഗണായാവനമ്രാം, അവിടെ ഈ ദയിതാമാർഗണായ അവനമ്രാം സീതാദേവിയെ അന്വേഷിക്കാൻ വന്നിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ടിട്ട് ത്വം മോദശാലി, അവിടുന്ന് വളരെയധികം സന്തോഷിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്തോഷിച്ചിട്ട് സന്ദേശം ചാങ്കുലീയം, സന്ദേശവും ച അങ്കുലീയം, തൻ്റെ മുദ്രമോതിരവും പവനസുതകരേ, പവനസുതൻ ശ്രീ ഹനുമാൻ സ്വാമിയാണ്, ഹനുമാൻ സ്വാമിയുടെ കൈകളിൽ പ്രാദിശഹ കൊടുത്തു. മോദശാലി സന്തോഷത്തോടുകൂടി തന്നെ അവിടുന്ന് കൊടുത്തു. ഇനി മാർഗേ 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 മാർഗേ, ഒരു വഴിയല്ല പല വഴികളിൽ നിന്നാണ് മാർഗേ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പല വഴികളിലും അന്വേഷിച്ചു. മാർഗേ എന്ന വാക്കിന് ഇവിടെ അന്വേഷിച്ചു എന്നർത്ഥം. കഭിഭിഹി, ആ വാനരന്മാർ, അപി അനന്തരം, തഥാ ത്വത്പ്രിയ സപ്രയാസൈഹി, ത്വത് പ്രിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിന്തിരുവടിയുടെ ആ പത്നിയെ, സപ്രയാസൈഹി വളരെയധികം പ്രയാസപ്പെട്ട് അന്വേഷിച്ചു എന്നർത്ഥം. രാമായണം 17-ാം ദിവസത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിലെ ഹനുമത് സമാഗമം, സുഗ്രീവ സഖ്യം, ബാലി സുഗ്രീവ കലഹത്തിൻ്റെ കഥ, ആ ദുന്ദുഭി എന്ന രാക്ഷസൻ്റെ കഥ, അതുപോലെ തന്നെ ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നത്, ബാലിയെ ശ്രീരാമചന്ദ്രൻ മരങ്ങൾ മറഞ്ഞു നിന്ന് വധിക്കുന്നത്, താരയ്ക്ക് കൊടുക്കുന്ന ഉപദേശം, ഇവയെല്ലാം പറഞ്ഞിട്ടുണ്ട് വളരെ വിശദമായിട്ട്. ആ കഥ കേട്ടാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് രാമായണ കഥ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം. ശ്രീരാമ കഥ കേൾക്കുന്നത് എപ്പോഴും വളരെ ശ്രേഷ്ഠം തന്നെയാണ് എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ രാമായണ കഥ വളരെ ചുരുക്കിയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒന്നുകൂടി ചുരുക്കിയാണ് നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഭാഗവതത്തിനേക്കാൾ കുറച്ചും കൂടി വിസ്തരിച്ച് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം ഈ 18-ാം ദിവസം രാമായണ കഥയിൽ ഞാൻ ക്രിയാമാർഗോപദേശവും അതുപോലെ ഹനുമൽ സുഗ്രീവ സംവാദവും, സുഗ്രീവനെ രാജ്യാഭിഷേകം നടത്തുന്നത്, അതായത് ഋഷ്യമുഖാചലത്തിൽ നിന്ന് തിരിച്ച് കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കിഷ്കിന്ധയിലെ രാജാവായിട്ട് സുഗ്രീവനെ അഭിഷേകം ചെയ്യുന്നതും, അതിനുശേഷം ക്രിയാമാർഗോപദേശം, ഹനുമൽ സുഗ്രീവ സംവാദം എല്ലാം വളരെ വിശദമായിട്ട് 18-ാം ദിവസത്തെ രാമായണ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ക്രിയാമാർഗോപദേശം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അതും വേണ്ടവർക്കെല്ലാം കേൾക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഈ അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.